ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളിന്ന് നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ഓപ്പൺ ഗേജ് ഉണ്ട്, ഇത്രയും വലിയൊരു ഓപ്പൺ ഗേജാണ് നമ്മുടെ ഈ കാണുന്നത്. കണ്ടാ, ഈ ഓപ്പൺ ഗേജിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നാണ് നമ്മുടെ വ്യൂവേഴ്സിന് അറിയേണ്ടത്. അപ്പോൾ നമ്മളിന്ന് കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, അപ്പോൾ നമ്മളിന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വിശദീകരിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ഈ ഓപ്പൺ കേജിനെ കുറിച്ചും. നമ്മുടെ ചെറിയ ചൈന കേജില്ലേ, ഈ ബേഡ്സിനെ, ആ ചൈന കേജും തമ്മിൽ ഉള്ള ഡിഫറൻറ്റ്, അല്ലെങ്കിൽ അതിനകത്ത് ഏതാണ് നല്ലതെന്നുള്ള ഒരു കമ്പാരിസൺ വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കൂടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും എങ്ങനെ സെറ്റപ്പ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ബേഡ്സിനെ കുറിച്ചാനായിട്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പ്രൊഡക്റ്റ് റിവ്യൂസ്, അങ്ങനെ ട്രാവൽ വ്ളോഗ്, അങ്ങനെ അനവധി സാധനങ്ങൾ നമ്മൾ ക്ലബ് ചെയ്താൽ നമ്മുടെ ചാനലിൽ ഇടുന്നത്. അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചൊരു കണ്ടന്റ് നമുക്കില്ല. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ, ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഇതിപ്പോൾ സക്സസ് ആണിപ്പോൾ. നേരത്തെ കഷണ്ടി ആയിരുന്നു. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത വീഡിയോസ്, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ അനുഭവങ്ങൾ ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ പലവരും മൾട്ടിപർപ്പസ് ചാനലാണ് നമ്മളുടെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വീഡിയോന് ശേഷം പിന്നെ വരുന്ന ബേഡ്സിന് വീഡിയോ ആയിരിക്കും. ബേഡ്സിന് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെയോ അല്ല ട്രാവൽ വ്ളോഗിൻ്റെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് യൂസിൻ്റെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിൽക്കുക. വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ ചാനലൊക്കെ നമ്മുടെ ചാനലിൽ പോയി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇതിനകത്തോട്ട് പോകാം. അപ്പോൾ വെൽക്കം ടു ചാനൽ ലിയോസ് വ്ളോഗ്. ഓക്കെ, വാ. അപ്പോൾ ഈ കേജിൻ്റെ സെറ്റപ്പ്, ഈ കേജ് നല്ല വില. നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇതിനകത്ത് സൺകൊണോർ, ക്രിംസൺ ബെല്ലിക്കോണോർ, കുറേ ആഫ്രിക്കൻ ലവ് ബേഡ്സൊക്കെയാണ് നമ്മളതിനകത്ത് ഇപ്പോൾ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ പലരും ചോദ്യമാണ്, വേറെ ബേഡ്സൊക്കെ ഉണ്ട്, കുറേ ബേഡ്സ് ഉണ്ട്, നമ്മളതിനൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ ആൾക്കാർ ചോദ്യം പറഞ്ഞാൽ പിന്നെ കൊക്കോട്ടയിലുണ്ട് അതിനകത്ത്. അപ്പോൾ ആൾക്കാരൊരു ചോദ്യമാണ്, ഇതിനെയൊക്കെ ക്ലബ് ചെയ്തിടാൻ പറ്റുമോ എന്നുള്ളത്, അതായത് പരസ്പരം ആക്രമിക്കില്ലേ എന്നുള്ളത്. സത്യം ശരിയാണ്. ഈ ആഫ്രിക്കൻ ലവ് ബേർഡ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവൻ നമ്മോട് പയ്യെ വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൂ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. പയ്യെ ഇവനെ വർത്താൻ പറഞ്ഞ് ഞാൻ പറയുന്നതിന് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റില്ല, എനിക്കത് മനസ്സിലാവും. അപ്പോൾ ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചാ? പറയുന്നുണ്ട്, ഭക്ഷണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ, ഭക്ഷണം കഴിച്ച്. ഞാൻ കഴിച്ച് കേട്ടാ, നീ കഴിച്ചാ? കഴിച്ചാ ചോദിക്കുന്നുണ്ട്. കഴിക്കാട്ടെ, ഇപ്പോൾ തരാട്ടോ, അവൻ്റെ ഫുഡ് വെച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഭയങ്കര അഗ്രസീവുള്ള ബേർഡാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ടെറിട്ടോറിയം, എല്ലാ ബേഡ്സിനും ഉണ്ട്, അവരുടെ ടെറിട്ടോറിയലുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സ്ഥലത്തോട് സ്പേസുള്ള ആരെങ്കിലും കടന്നൊന്ന് ആക്രമിക്കും. പക്ഷേ ഇത്രയും സ്പേസുള്ള, അതായത് നമ്മുടെ ഈ കേജിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ 13.5 അടിയാണ് അവിടെ നിങ്ങളുടെ നീളം. ആ അറ്റം തുടങ്ങി ഈ അറ്റം വരെ 13.5 അടി നീളം എന്നാണല്ലേ. 9 അടി ഹൈറ്റാണത്. 9 അടി നമുക്ക് അതിൻ്റെ വീതി ഉണ്ട് എന്നാല് ഈ സാധനത്തിനാല്. അപ്പോൾ നല്ലൊരു സ്പേസുള്ള, നന്നായിട്ട് പറന്ന് കളിക്കാവുന്ന ഒരു കേജാണ്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ബേഡ്സിനെ വളർത്താൻ അവർക്ക് ഓപ്പണായിട്ട് പറന്ന് കളിക്കണം, അവർക്ക് കൂടുതൽ സന്തോഷം, അവരുടെ ഫ്രീഡം വേണം എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഇത്തരം വലിയൊരു കേജ് പെടുന്നുണ്ടല്ലേ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മരം നിൽക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു മരം നിൽക്കുന്നത്, നമുക്ക് മാവ് ഇതിൻ്റെ ഒരു അടിയിലാണ് ഈ മരം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മാവ് ഈ കൂടിന് വലിയൊരു അനുഗ്രഹമാണ്. കാരണം എത്ര കനത്ത വെയിൽ വന്നാലും ശരിയാണ്, ഈ മാവിൻ്റെ തണൽ ഈ ഷീറ്റിനടിച്ചിട്ട് അതിൻ്റെ ചൂട് ഒരിക്കലും ഇങ്ങോട്ട് ഇവർക്ക് എഫക്റ്റ് ആവില്ല. അതുതന്നെ. പിന്നെ അല്ല, ഇത്തരം പല ആൾക്കാരും ഈ സൈഡ്, ഇപ്പം എൻ്റെ ആ കൂടിൻ്റെ സൈഡ് മതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പടിഞ്ഞാറ് വശമാണ് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു കാറ്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു കാറ്റ് കയറിപ്പോകണം. 4 വശവും ഓപ്പൺ ആയിരിക്കുന്ന കേജാണ് ഏറ്റവും നല്ലത്. കാറ്റ് എവിടെ നിന്നാലും ശരിയാണ്, കയറി പോകുമ്പോഴാണ് ഇവർക്ക് രോഗപ്രതിരോധ ശേഷിയും മറ്റ് അസുഖങ്ങളൊക്കെ ഇല്ലാതെ വരിക, രോഗപ്രതിരോധ കൂടുക, അസുഖങ്ങൾ ഇല്ലാതെ വരിക. അപ്പോൾ എൻ്റെ ആ സൈഡ് മതിലാണ്, വേറെ മാർഗ്ഗമൊന്നുമില്ല, മതിൽ. നമുക്കും നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു സൈഡ് മതിൽ ഉപയോഗിക്കാം. പക്ഷേ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സൈഡും കൂടി മതിൽ കെട്ടി തിരിക്കരുത്. അതായത് 2 സൈഡ് മതിൽ പാടില്ല. 2 സൈഡ് മതിൽ തന്നെ കാറ്റിപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് കയറി, ക്രോസ് വെന്റിലേഷൻ വഴിയാണ് കയറി പോവും. എനിക്കൊരിക്കലും കാറ്റ് പടിഞ്ഞാറൊന്നും അത് കിട്ടില്ല, പക്ഷേ ഇവിടെ നിന്ന് വന്നാൽ കിട്ടും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ 2 സൈഡ്, ഒരു കൂടിൻ്റെ 2 സൈഡ് മതിൽ കെട്ടരുത്.
അപ്പോൾ പിന്നെ മൂന്ന് സൈഡും അല്ലെങ്കിൽ ഫ്രണ്ട് മാത്രം ഇത് കെട്ടരുന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ പക്ഷേ ചില ആൾക്കാരെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത്തരം ബേഡ്സുകൾക്കൊക്കെ കുറച്ച് ഇത്തിരി പ്രശ്നങ്ങളായിക്കോളൂ. ഇപ്പോൾ നമ്മൾ ഈ വേറെ ഒരു ബംഗ്ലാവല്ല അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ കാണുന്ന സമയത്ത് കുറേ കൂടി കൺജസ്റ്റ് ആയിട്ടുള്ള രീതി കെട്ടാറുണ്ട്. പക്ഷേ അവരതിനൊക്കെ വേണ്ടിയിട്ട് സൂര്യപ്രകാശം കിട്ടാവുന്ന രീതിയിലുള്ള പല പല കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അവർ സെറ്റപ്പ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. വേറൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ കാര്യം. ആഫ്രിക്കൻ ലവ് ബേർഡ് ആയാലും ശരി, മറ്റ് ബേർഡ്സ് ആയാലും ശരിയാണ്, അവരുടെ ഒരു ഏരിയ അവരെപ്പോഴും കാത്തു സൂക്ഷിക്കും. പക്ഷേ ഇത്രയും ഓപ്പണായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാളെ കൊത്താൻ ഓടിച്ചിട്ടാൽ അയാൾക്ക് പറന്നു മാറാനുള്ള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ആ ഒരു സ്പേസിനകത്താണ് കാര്യം. അപ്പോൾ നമ്മൾ ചൈന കൂടിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസ് ഉണ്ടാവില്ല. അവന്മാർ കൊല്ലും ഉറപ്പാണല്ലേ. അപ്പോൾ ഇനി അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ് മറ്റുള്ളവരെ കൊത്തുന്നതിനും കുറച്ച് എല്ലാത്തിലും കുറച്ച് അഗ്രസീവാണ്. ഇവന്മാർ പാവങ്ങളാണ്, ഇവരങ്ങനെ കൊത്തൂല. പിന്നെ ഇതിനകത്ത് ഏറ്റവും പഞ്ചപാവങ്ങൾ എന്നുള്ള നമ്മുടെ സൺകൊണ്ടല്ല, നമ്മുടെ കൊക്കോട്ടൈൽസാണ്. കൊക്കോട്ടൈൽസ് ഭയങ്കര പാവങ്ങളാണത്. അവരൊക്കെ ഇവന്മാർ പറന്ന് ഇപ്പം ഞാൻ കൂടിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവന്മാർ അപ്പം തന്നെ എൻ്റെ മേത്ത് ഞാൻ ചെറിയൊരു ഇങ്ങനെ കാണിച്ചാൽ മതി, അപ്പം തന്നെ ഇവന്മാർ വന്ന് അവന്മാരെ പോയി കൊത്തും. അത് പോസസീവ്നെസ്സാണ്. ഇവന്മാർ എന്നോട് ഇണങ്ങിയതാണ്. അപ്പോൾ അവന്മാർക്ക് ഒട്ടും സഹിക്കില്ല. ഞാൻ വേറെ ആളെ സ്നേഹം ഒട്ടും സഹിക്കില്ലായിരുന്നു. നമ്മൾ കേജിൻ്റെ സെറ്റപ്പ് പറഞ്ഞാൽ നമ്മൾ ഈ കേജിൻ്റെ ഉള്ളിലോട്ട് കയറാനാണല്ലേ. അപ്പോൾ ഉള്ളിലോട്ട് കയറുന്ന നമുക്ക് ഈ കേജ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ 1/2 ഇഞ്ച് മെഷ് ഉപയോഗിക്കാം. ഇതിനകത്ത് പല സൈസുള്ള കമ്പിക്ക് വണ്ണം പല സൈസുള്ള ക്വാളിറ്റിയുള്ള കമ്പി നമുക്ക് കിട്ടും. അതിനകത്ത് ഏറ്റവും കനം കൂടിയത് കമ്പി നോക്കി 3-4 കടകളിൽ നോക്കിയിട്ട് നോക്കിയതിന് ശേഷം ഏറ്റവും കനം കൂടിയ കമ്പി ഉള്ള മെഷ് 1/2 ഇഞ്ചിൻ്റെ അര സ്ക്വയറുള്ള മെഷ് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ക്വാളിറ്റി ആയിട്ട് ഈ പൈപ്പുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പുകളുടെ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് പെയിൻറ്റ് ചെയ്തുകൊണ്ട് നടക്കാൻ ആവശ്യമില്ല. ഇതിപ്പോൾ ഈ കൂടുന്ന പെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെല്ലാവരും പിടിച്ച് മാറ്റി പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഹൈ ക്വാളിറ്റി ഉള്ള പൈപ്പുകളൊക്കെ ഉപയോഗിക്കുക. ഇപ്പോൾ കാഷ്ടിക്കുന്നതുണ്ട്. ഇവിടെ കാഷ്ടിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തുരുമ്പിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ പേരിൽ നല്ല മെഷ് ഉപയോഗിക്കാം. ഓക്കെ, നല്ല ഇതിനുള്ള പൈപ്പുകളും ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വേറെ സെറ്റപ്പാണ് നമ്മൾ ഈ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കും, ചേട്ടാ പുറമേ നിന്നുള്ള ബേഡ്സിൻ്റെ ആക്രമണം ഉണ്ടാവില്ല എന്നുള്ളത്. പുറമേ നിന്നുള്ള ബേഡ്സിൻ്റെ നമുക്ക് ഇഷ്ടംപോലെ ഇരപിടിയന്മാരായിട്ടുള്ള ബേഡ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം ഇട്ടിരിക്കുന്നത്. കേട്ടോ, ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റും ഇവിടെയൊക്കെ എല്ലായിടത്തും നമ്മളിങ്ങനെ ചുറ്റിട്ടിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും. അതായത് അവിടെ നിന്നൊരു ഹെറിയനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജീവി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവന്മാരുടെ ഇരിക്കുന്ന സമയത്ത് അവന്മാർ അകലേ നിന്ന് തന്നെ കാണുന്നില്ല. അകലെ നിന്നിട്ട് പാഞ്ഞോണ്ട് അച്ചടി അടിക്കുന്നതല്ല. അതോടെ അവന്മാർക്ക് അങ്ങനെ തിന്നാൻ പറ്റില്ല. ഇപ്പോൾ ഈ ബേർഡ് പിടിക്കണതിന് കാല് വെച്ച് ഉള്ളിലോട്ട് നഖം വെച്ച് അമർത്തി അവന്മാർക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവരെ അപായപ്പെടുത്താൻ സാധിക്കുന്നുണ്ടല്ലോ അവർക്ക്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അരിമകൾ നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ സാധനം ഇട്ട് കണ്ടിട്ടുണ്ടെന്നല്ല ഇതിങ്ങനെ കാറ്റത്ത് പോയി ആടുന്നുണ്ടല്ലോ. ഇവൻ ഇതിനെ ഫോക്കസ് ചെയ്ത് ബേർഡ് ഇവിടെ ഇരിക്കണമെങ്കിൽ ഈ ബേർഡിനെ ഫോക്കസ് ചെയ്ത് അവിടെ പറന്ന് വരുമ്പോഴേക്കും ഇത് പയ്യൊന്ന് ഗ്ലിറ്റർ ഒരു തിളക്കം വരുന്നുണ്ടല്ലേ. അത് കാണിക്ക്, CD കാണിച്ചു കൊടുത്തത്. ഇത് പയ്യൊന്ന് ഒരു കളറിങ് ഒരു തിളക്കം വരുന്നുള്ളൂ. തിളക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധ പെട്ടെന്ന് മാറി അടിച്ചു വിട്ട് അപ്പോൾ തന്നെ മാറിപ്പോയി, അങ്ങനെ പറന്ന് മാറിപ്പോവും. അങ്ങനൊരു ഇതിനകത്താണ് അതിന് സംരംഭം. അപ്പോൾ ഇത്രയും നാളായിട്ടും നമുക്കിവിടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒട്ടും സക്സസ് ആയിട്ടില്ല. അവരുടെ ആക്രമണം സക്സസ് ആയിട്ടില്ല. അതിൻ്റെ ആക്രമിക്കുന്ന 1-2 വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിട്ടുണ്ട്, നമുക്കത് കാണാറില്ല. ഇനി നമുക്ക് കൂടിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വലിയൊരു കേജ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടേക്ക് ഒരു മരമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തറയൊക്കെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരോട്ടൊക്കെ പിന്നെ കഥ പറയാം, സല്ലപിക്കാം. ഇണങ്ങിയ ബേഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ഒരു മൈൻഡ് റിലാക്സിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കാൻ നല്ലതാണ്. ഇനി ഞാൻ ഫുഡ് നമ്മളുടെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഫുഡിൻ്റെ രീതി പറഞ്ഞുതരാം. ഫുഡാണ് കൊടുക്കണം. നമ്മൾ പലതരത്തിലുള്ള ഫുഡാണ് കൊടുക്കണം. ഇത് കൊണോർ മിക്സ് എന്ന് പറയും. ഈ സീഡിനെ കൊണോർ മിക്സ് മാവര നിറക്കുന്നതിനകത്ത് അല്ലേ. ഇത് കൊണോർ മിക്സാണത്. അതായത് കൊണോർ വിഭാഗത്തിന് കഴിക്കാവുന്ന മിക്സ് സീഡുകളാണ്. ഇത് ആഫ്രിക്കൻ മിക്സ് അല്ലെങ്കിൽ ലവ് ബേഡ്സിൻ്റെ മിക്സ് എന്ന് പറയും. ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ മിക്സ്. ഇത് രണ്ടിൻ്റെ ഇതാണ് ഇതിനകത്തുള്ളത്. നോക്കി കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തേ. ഇതിനകത്ത് കുറച്ചുകൂടി വലിയ പാവയ്ക്ക, പിന്നെ അതേപോലെ തന്നെ
എന്താ പറയുക കപ്പലണ്ടി അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, മത്തങ്ങ ഒരു അങ്ങനെ സൺഫ്ലവർ. ഇതിൻ്റെ അകത്ത് നമുക്ക് പൊതുവായിട്ട് കാണുന്ന രണ്ട് ഇത് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് സൺഫ്ലവറിൻ്റെ ഇതും പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നു, ഇതും രണ്ടും ഇതിനകത്ത് പൊതുവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ സൺഫ്ലവറിൻ്റെ സീഡിനെ കൂടിയും നമുക്ക് കുറച്ചുകൂടി വലിയ സീഡായിക്കോളും കാണാൻ പറ്റും. എന്തിൻ്റെ സീഡ് എനിക്ക് സത്യത്തിൽ അറിഞ്ഞോട്ടാ, ആരും പറയണ്ട. അപ്പോൾ നമ്മൾ ഇത് ഇതിന് ബേഴ്സിന് നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കണം. നമ്മളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് അവിടെ കാണിക്കാം മോളെ, ഇങ്ങോട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത കൂടിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്, കൂടിൻ്റെ സെറ്റപ്പ് തന്നെ പറയട്ടെ, ഡോറാണ്. ഡോറ് വെക്കുന്നത് നമ്മൾ ഈ ഡോർ തുറക്കുന്ന സമയത്ത് തുറക്കുന്നത് ഇങ്ങനെ തുറന്നാൽ ബേഡ്സ് പറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ചെയ്തെങ്കിൽ ഇതിനൊരു സേഫ്റ്റി ഡോർ വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും ബേഡ്സിന് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. നമുക്ക് ഈ ഡോറ് തുറന്ന് അടച്ചതിന് ശേഷം നമുക്ക് ഈ ഡോർ തുറക്കാം. ഈ ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ട് അതിനകത്ത്, ഈ ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഇത് അടച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കൂട്ടോട്ട് സേഫായിട്ട് കയറാം. നമ്മുടെ ബേഡ്സൊക്കെ സേഫായിട്ട് പുറത്തോട്ട് പോകില്ല, അങ്ങനെ സേഫായിട്ട് ഇരിക്കുന്നതല്ലേ. ഓക്കെ. അപ്പോൾ അതുപോലെ തിരിച്ചിറങ്ങുമ്പോൾ അങ്ങനെ തന്നെ ഈ ഡോറ് അടക്കാം, ഈ ഡോറ് തുറക്കാം. അപ്പോൾ ബേഡ്സ് ഇതാവില്ല. ഇനി നമ്മൾ ബേഡ്സിനായിട്ട് എല്ലായ്പ്പോഴും നമ്മൾ ബേഡ്സിൻ്റെ കൂട്ടിൽ കയറിയിട്ട് ഫുഡ് വെച്ച് കൊടുക്കലൊക്കെ നടക്കില്ല. അപ്പം അതിന് ഞാൻ ചെയ്ത സെറ്റപ്പ് എന്ന് വെച്ചാൽ മുളക് വാ, നമ്മൾ ഇവിടെ രണ്ട് ഇത് വെച്ചിട്ടുണ്ട്, രണ്ട് ഡോർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തുറന്ന് കണ്ടിട്ടുണ്ട് നേരെ താഴത്തേക്ക് പോരും. അതായത് ഇത് ഇവിടെ ഫോക്കസ് കാണിച്ചു കൊടുത്ത്, ഇത് ഒരു കമ്പിമ്മയാണ് ഇവിടെ നട്ടിട്ട് ഈ ഡോറും വെൽഡ് ആയിട്ട് ഇത് നമ്മൾ വെയിറ്റുള്ള സാധനം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിയറായിട്ട് കാണിച്ചു കൊടുക്കട്ടോ. ഈ സാധനം വെയിറ്റ് ഉണ്ട്. അപ്പോൾ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് നേരെ താഴത്തേക്ക് വരും. നമ്മളിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് വരും. അപ്പോൾ ഈ കമ്പിമ്മ കൂടിയാണ് ഈ ഡോർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ സാധനം വെക്കുക, നമുക്ക് പോരാ. അപ്പോൾ ഞാൻ ഫുഡ് ഞാൻ വെക്കാൻ കാണിച്ചു തരാം, അങ്ങനെ രീതി എന്നുള്ളത് സിമ്പിളായിട്ട്. ആ ഫുഡ് വെക്കുമ്പോഴും നമ്മൾ ഈ ഡോറ് അടച്ചിടണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡോർ അടച്ചിട്ട് ചെയ്യും, നിങ്ങൾ കാണിക്കാൻ ഡോർ എന്നിട്ട് അടച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് എടുക്കുന്നു, ഈ ഡോർ അടക്കുന്നു, അടച്ചതിന് ശേഷം ഞാനിത് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, മരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി അടുത്ത ഇത് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയും ഒരു സാധനമുണ്ട്, രണ്ടെണ്ണം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടോ, ഇപ്പുറം വെച്ച് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഞാനെൻ്റെ പ്രവർത്തനം ഇതാണ് കേട്ടോ. ഈ നെറ്റിൻ്റെ ഒരു ഹോൾഡിന് ശേഷം ഈ ഒരു കമ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊന്തി പോകും. അപ്പോൾ നമ്മൾ ഇവിടെയും വെച്ച് കൊടുക്കുകയാണ്, അടക്കുന്നു. അതോടി സിമ്പിളായിട്ട് കൂട്ടി കയറാതെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരും ഫുഡ് വെച്ച് കൊടുത്തിട്ട് പോകാം. അല്ലെങ്കിൽ കൂട്ടി കയറുന്ന സമയത്ത് പരിചയമില്ലാത്ത ആൾ കൂട്ടി, നമ്മൾ ഒരു ദിവസം ഇല്ലാത്ത സമയത്ത് പരിചയമില്ലാത്ത ആൾ കൂട്ടി കയറി കഴിഞ്ഞാൽ അവർക്ക് പേടിയുണ്ടാവും. പിന്നെ അതുപോലെ അവരെ കൊത്താനുള്ള ചാൻസും ഉണ്ട് എന്നാൽ. അതായത് ഇപ്പോൾ നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കയറുമായിരുന്നു, പിന്നെ കയറാണ്ടായി അവരെ കൊത്തുന്നൊരു സംഭവം ചെയ്തു തുടങ്ങിയെന്നാൽ. പിന്നെ ഞാൻ വെള്ളം വെച്ച് കൊടുക്കുന്ന രീതി ഇവിടെ വെച്ച് കൊടുത്തിരുന്നു. കണ്ടോ, ഇവിടെ വെച്ച് കൊടുക്കും. ഞാനൊരു ഇരാമാരെ കുളിക്കണ പാത്രം ഉണ്ടോ, ഇതിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് മാറ്റട്ടെ. അപ്പോൾ വെള്ളം ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇത് ഫുള്ളായിട്ടും അല്ലെങ്കിൽ ആവശ്യാനുസരണം കാലത്തും ഉച്ചക്കും വെച്ച് കൊടുക്കും. ഇതിൻ്റെ അകത്ത് വെള്ളം വെച്ച് കൊടുക്കും. ഇവിടെ നമ്മൾ കമ്പി ഇട്ടിട്ട് ഇതിനെ ഇതാക്കിയുണ്ട്. ഇത് നമ്മൾ താഴ്ത്ത് വെക്കാനുള്ള കാരണം, ഞാൻ ആദ്യം ഇത് ഇവിടെ വെച്ചിരുന്നത്, ഈ സംഭവം ഇവിടെ ലോക്ക് വെച്ചിരുന്നത്, അത് വെള്ളം കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഇവിടെ. പക്ഷേ പലപ്പോഴും ഈ വെള്ളം തീരുന്ന സമയത്ത് ഇവിടെ ലോക്കിങ് സാധനം ഇവിടെ വീണിട്ട് ഇതിൻ്റെ ഈ നെക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ വെള്ളം വെക്കണ നെക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് വേണം. അപ്പോൾ അതിൻ്റെ ഞാൻ ഇവിടെ കൊണ്ടേ വെച്ചു. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് വീണാലും ഇവിടെ വീഴുള്ളൂ. അപ്പം വാട്ടർ ബോട്ടിൻ്റെ നെക്ക് പൊട്ടിപ്പോരാ. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു അറിവായില്ലേ. പിന്നെ അതല്ല നമ്മുടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. ഞാൻ വെക്കാറില്ല. ഫുഡൊക്കെ നമുക്ക് ടിന്നകത്താക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ചെറിയ ടിന്നകത്താക്കി ഇവിടെ തന്നെ വെക്കാം. ഇവിടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ സ്പേസ് നമ്മൾ ഇട്ടേക്കാന്ന് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ 2 അടി ഉണ്ട്. ഇതിനുള്ളിൽ 2 അടി ഉണ്ട്. ഈ 2 അടി ശരിക്കും മതി. ഇതിൻ്റെ അകത്ത് ഈ സ്പേസ് 2.5 ആയിട്ടുള്ള ഒരു ഇതാണ് ഇതാക്കിയാണ്. 2.5 3 ഞാൻ ഒരു അളന്ന് ഞാൻ വെക്കാണ്ട് കാണിച്ചു തരാം. മിനിറ്റ്. ആ 2.5 അടി 30 ഇഞ്ചാണ് ഇതിൻ്റെ വീതി.
ഇവിടെ 32 അതെ 2.5 അടിയാണുള്ളതുണ്ട് 32 ഇഞ്ച് ഇതുണ്ട് ഉണ്ട്. അപ്പോൾ 2.5 അടിയാണ് ഇതിനൊരു സ്ക്വയറായിട്ട് വന്നത്. പക്ഷേ 2.5 അടി എന്നുള്ള അല്പം കൂടി വേണം എനിക്ക് സിമ്പിളായിട്ട് നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്പവും കൂടിയും വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ ഫുഡ് കുറച്ചും കൂടിയും കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുറച്ചും കൂടി അത് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള തലക്ക് മുകളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻ പക്ഷേ മെഡിസിനൊക്കെ വെച്ചാൽ ചൂടൊക്കെ വന്നാൽ മെഡിസിൻ ചീത്തയായി പോട്ടെ. മെഡിസിനൊക്കെ വെക്കാണ്ടിരിക്കാൻ നല്ലത്. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന കാരണം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് മതി. അപ്പോൾ നമുക്ക് കൂടിനകത്ത് തുടരാം. വാ കയറി കുഴപ്പമില്ല. അവൾക്ക് പേടിയാണ്. അവൾ ചെറുപ്പത്തിൽ കയറി വരുന്നത്. പക്ഷേ ഇപ്പോൾ കയറാറില്ല. അവരുടെ ആ ഇൻട്രാക്ഷൻ കുറഞ്ഞു പോയി. ഇൻട്രാക്ഷൻ കുറഞ്ഞതിൻ്റെ പേരിൽ അവളെ കൊത്തും. ക്യാമറ മാത്തിയാണ്, മാനല്ല, പെണ്ണാണ്. ഞങ്ങൾ വീട്ടിൽ വിളിക്കേണ്ട, ഭൂമിക എന്നാണ് ശരിക്കും പേര്. അപ്പോൾ ഞങ്ങൾ കയറി കൂടിനകത്തോട്ട് കയറുന്നു. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത കൂടിൻ്റെ സെറ്റപ്പ്. നമ്മുടെ ഡോർ അടക്കുന്നു. അപ്പോൾ ഇവന്മാരാണ് നമ്മോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവന്മാർ എപ്പോൾ വന്നാലും നമ്മോട് ഭയങ്കര ഇണക്കം കാണിക്കും. ഇവനും ഭയങ്കര ഇണക്കമാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് ഇവൻ നമ്മോട് വലിയ ഇണക്കം കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇവനെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്താണ് ഇയാളെ ക്രിംസൺ ബെല്ലിനെ. പക്ഷേ ഈ ക്രിംസൺ ബെല്ലി ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ള, ഇവരെക്കാൾ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ബേർഡാണ്. അതിൻ്റെ പേരിൽ അവൻ നമ്മുടെ കാര്യമായിട്ട് നേരത്തെ അതിൻ്റെ പേര് മരിച്ചുപോയി, ഇത് കാണിക്കാമല്ല. പിന്നെ നമ്മൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതല്ല. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ഇവിടെ ഈ പൊസിഷനിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മരം ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് നമ്മൾ ഈ കൂട് നമ്മൾ സെറ്റ് ചെയ്തത്. പക്ഷേ കൂട് സെറ്റ് ചെയ്ത സമയത്ത് ഇത് ഷീറ്റ് വന്നതോടുകൂടി ചൂട് വരികയും ഈ മരം പയ്യെ ഉണങ്ങിപ്പോവുകയും ചെയ്ത്. പിന്നെ കൂടാതെ തന്നെ ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ ശീലങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇതിനെ പയ്യെ ഇല്ലാണ്ടാക്കിയതാണല്ലേ. പിന്നെ നമ്മൾ ഇതേപോലെ നിങ്ങൾ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഇവിടെ ഇങ്ങനെ ഇതുകൊണ്ട് വെക്കണം. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ പാത്രം കറക്റ്റായിട്ട് ഇവിടെ ഇരിക്കുന്നതാണല്ലേ, മറിഞ്ഞ് വീണ് പോയില്ല. ഓക്കെ, നമ്മളിത് ഇവിടുത്തെ കണവനാക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള തിന്നാതിരിക്കാൻ തോന്നാം. അടിയിൽ നമ്മൾ മണ്ണാണ് ഇട്ടേക്കണം. കേട്ടോ, മണ്ണാണ്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. കോൺക്രീറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം പലപ്പോഴും ആലോചിച്ചു കോൺക്രീറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു. പക്ഷേ കോൺക്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മണ്ണ് തന്നെയാണ് എപ്പോഴും എന്ന് പറഞ്ഞാൽ. എന്തൊരു വെച്ചിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ കാഷ്ടിക്കുന്ന സമയത്ത് കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവില്ല. കുറച്ച് ഡിലേ വരുന്നതാണ്. മണ്ണാകുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് അതിനകത്തോട്ടാണ് ഇത് പോകും. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു കൂട് ക്ലീൻ ചെയ്തിട്ട് തന്നെ ഒരു 4-5 മാസത്തോളമായി എന്നാണ്. അപ്പോൾ ഇത്രയും നാളൊക്കെ ഒരു കൂട് ക്ലീൻ ചെയ്യാണ്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ അതിനേക്കാൾ നാളൊക്കെ 1 വർഷത്തോളമൊക്കെ കൂട് ക്ലീൻ ഇട്ടിട്ടുണ്ട്. കാരണം പക്ഷെ അപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കൂടിനുള്ളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറേ ജീവനുണ്ട് അവിടെ ഉണ്ടായിട്ടുള്ളൂ, കുറേ ജീവനുണ്ട്. പക്ഷേ അതൊക്കെ പ്രകൃതിയുടെ ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങളാണ്. അവർ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ കൂടുണ്ടാക്കിയിട്ടില്ല എന്നല്ലേ, ഇവർക്കും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഇതുകൊണ്ടും ആരും ഒന്നും രോഗം പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഉറുമ്പ് ഞാൻ പലപ്പോഴും കാണുന്നത് ഉറുമ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊരുടാ ഉറുമ്പിനെ പ്രതിരോധിക്കാൻ ആൾക്കാർ മരുന്നടിക്കാനായിട്ട് മറ്റേ ജമ്പ് എന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ അടിക്കുന്ന വീഡിയോസും അതൊക്കെ കാണാറുണ്ട്. ഞാൻ പ്രാവശ്യം ജമ്പിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടിന് ചുറ്റും വീടിന് ചുറ്റുമൊക്കെ അടിച്ചിട്ട് ജമ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എഫക്റ്റീവാണ് ഉറുമ്പിൻ്റെ കാര്യത്തിന്. ജമ്പ് അടിച്ചാൽ ഒരിക്കലും ഉറുമ്പ് എന്ന് പറഞ്ഞ സാധനം വരില്ല. പക്ഷേ ഈ കൂട്ടാൻ ശരിക്കും ഉറുമ്പിനെ പ്രതിരോധിക്കുന്ന കാര്യമില്ലെന്നേ. ഇപ്പോൾ ഈ കൂട്ടാൻ ഇഷ്ടംപോലെ ഉറുമ്പുകളുണ്ട്. എവിടെ നോക്കിയാൽ കണ്ട, ഇതൊക്കെ ഉറുമ്പുകളാണ്. ഞാൻ പറഞ്ഞില്ലേ അവളെ കൊത്തി. അപ്പോൾ കൊത്തല്ലേ, അവളവിടെ ഓരോ ഒതുങ്ങിയൊക്കെയായിരുന്നു. പക്ഷേ അവളെ കൊത്തലേട്ടാ വന്നേ വാ നിന്നെ മര്യാദ വേറെ കൂട്ടിട്ടാക്കോട്ടെ. ഞാൻ അപ്പോൾ കാര്യം കാണിച്ചേ. ഇവിടെ ക്യാമറ കാണിക്കുന്നത് അതിലൊക്കെ കൊത്തൂല അവൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. ഓക്കെ, കൊത്തലേട്ടാ. ഇത് ഇവിടെ പല സൈസുള്ള ഉറുമ്പുണ്ട്. കാണിച്ചു കൊടുത്തേ. ഇതാ ഈ ഒരു സൈസ് ഉറുമ്പ്. കുറച്ച് ഫോക്കസ് ചെയ്യ്. ഇല്ല കൊത്തൂല ഫോക്കസ് കാണുന്നില്ല. അതൊരു ഉറുമ്പ് കണ്ട, ആ ടൈപ്പ് ഉറുമ്പ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ജീവനെ കണ്ടതേ. പുതിയ ഒരാൾ വണ്ട് പുതിയത് മുട്ട വിരിഞ്ഞ് വന്നുണ്ട്. കണ്ടാ ജസ്റ്റ് അറൈവലാണ്. കണ്ട ഇയാളിങ്ങനെ പ്രകൃതിയിലോട്ട് വരണുള്ളൂ. ഇയാൾ ആണോ അല്ലെങ്കിൽ മുട്ടറാൻ വേണ്ടി കയറിപ്പോവാണ് ആള്? എടാ നോക്കിയടാ, ആരാടാ? കൊത്താൻ നോക്കരുതേ. ഇയാൾ ശരിക്കും
എന്നിട്ടാണ് അവിടെ ആൾ പോയാ? അത് പോയി. അപ്പോൾ ഇതിനുള്ള ഇഷ്ടം പോലെ വേറെ കൊത്തല്ല കൊത്തല്ല ഇവിടെ വയ്ക്കല. ഇവനെ ആളക്രമകാരിയാണ്, ആനാ ശരിയാവില്ല. അപ്പോൾ അത് പോയി. അതെ ഇവിടെ അല്ല ജസ്റ്റ് ഇങ്ങനെ വണ്ട് മറ്റേ പ്യൂപ്പേന്ന് ഇങ്ങനെ ജീവി ഇങ്ങനെ പറന്ന് വന്നുള്ളൂ. ഇങ്ങനെ മുട്ടയിട്ട് അങ്ങനെ പ്രകൃതിയിലോട്ട് വന്നുള്ള ആൾ പറ്റേ. അപ്പം ഇവിടെ ഒരാൾ കണ്ട, ഇവിടെ വേറൊരു വണ്ട്. പിന്നെ ഇവിടെ വേറെ ഉറുമ്പുകളൊക്കെ വേറെ ഇഷ്ടപ്പെട്ട കൊത്താൻ പറ്റില്ല. ഇവിടെ വേറെ ഉറുമ്പുകളൊക്കെ ഉണ്ടാവും, കുറേ ഉറുമ്പുകൾ. കടിയൻ ഉറുമ്പ്, വലിയുറുമ്പ്, മറ്റേ ആടാ അവർ തമ്മിൽ കൊത്തായി. നീ പഠിക്കണ്ട. അപ്പോൾ പുളിയുറുമ്പ് വരെയും ഇതിനകത്ത് ഉണ്ടെന്നല്ലേ രാത്രിയാകുമ്പോൾ പുളിയുറുമ്പ് വരുന്നുണ്ട്. പക്ഷേ ഇവരെ കൂട്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ബ്രീഡിംഗ് ബോക്സ് ഒന്നും വെച്ചല്ലോ, കുറേ ആളുടെ ബ്രീഡിംഗ് ബോക്സ് നമ്മൾ ഒഴിവാക്കിയൊക്കെയാണ്. ബ്രീഡിംഗ് പയ്യെ നിർത്തി വെച്ചേക്കാണ്. കാരണം ബേഡ്സിനൊക്കെ ഭയങ്കര വില പറഞ്ഞു. ഇപ്പോൾ ബ്രീഡ് ചെയ്ത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളിനകത്ത് ആവുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ് കുറച്ച് നാൾ നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ എന്താ പറയുന്നത്, കാര്യത്തിനുണ്ടല്ലോ ഉറുമ്പ് പുളിയുറുമ്പ് രാത്രിയാകുമ്പോൾ പുളിയുറുമ്പിനകത്ത് ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല, എല്ലാ ഉറുമ്പുണ്ടാവും. നമ്മുടെ കൂട്ടിൽ കുഞ്ഞുങ്ങളുള്ള സമയത്തും മുട്ടയെടുക്കാൻ സമയത്തും ഉറുമ്പുകളെ കൊണ്ട് നമുക്ക് ശല്യം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഉറുമ്പുകളെ കൊണ്ട് യാതൊരു ശല്യമില്ല കേട്ടോ, നമ്മളത് കെയർ ചെയ്താൽ. പക്ഷേ ബ്ലഡിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ കൂട്ടിനകത്ത് ഒരു കുഞ്ഞ് ചത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര നേരത്തിനുള്ളിൽ ഉറുമ്പുകൾ വന്നിരിക്കും. അത് പ്രകൃതി നിയമമാണ്, അത് ഡെഡ് ബോഡിയെ എടുക്കാനുള്ള പ്രകൃതിയുടെ നിയമമാണത്. ആ സമയത്ത് ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ ഉറുമ്പ് വന്നു. പിന്നെ അതേപോലെ തന്നെ ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ അനങ്ങാതെ എടുത്തും ഒരു ഇതുണ്ടെങ്കിൽ അവിടെയും ഉറുമ്പ് വന്നിരിക്കും. അതും പ്രകൃതിയുടെ ഒരു ഇതാണ്. അത് പ്രകൃതി ക്ലീൻ ചെയ്യുന്നൊരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ഉറുമ്പിനോടെ കാണിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഒരു വേറെ ഉറുമ്പുണ്ടോ? എവിടെ ഉറുമ്പാണത്? കൊത്തല്ല. ഇത് ഉറുമ്പാണത്. അവിടെ ഒന്നൊരു ജീവിയുണ്ട്, അത് വേറെന്തോ ജീവിയാണത്. അങ്ങനെ പല ജീവികളുണ്ടാവും അതിനകത്ത്, ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് നല്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കൂടിൻ്റെ വിഷയം. ഇനിയിപ്പോൾ കൂടിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ എനിക്ക് ഇതുണ്ടല്ലോ, ഈ ഭാഗം ഇവിടെ കൊണ്ടല്ലേ നീ ഇവിടെ ഏരിയയിലേക്ക് ഇവിടെ അമ്മൂലെ പോയി കന്നല്ലേ പറപ്പോടെ അപ്പോടാ നിന്നെ ഞാനേ വന്നേ നിന്നെ ഇപ്പുറത്തോടെ ഇവനെ ഒരു കാര്യം ചെയ്യും, ഇവൻ ഭയങ്കര ഡേഞ്ചേഴ്സാണ്. ഒന്നില്ല ഞാൻ പിടിച്ചുകൊണ്ടിരിക്കാം, അപ്പോൾ അവൻ എന്നെയും കടിക്കുന്നതല്ലേ, മനസ്സിലായില്ലേ? അല്ലാതെ നിന്നെ ഞാൻ ഈ കൂട്ടിനോട്ടൊരാൾക്ക് മാറ്റം, മനസ്സിലായില്ലേ? ഇപ്പുറത്തോട്ട് മാറ്റിയത് നിന്നെ മാറ്റിയിട്ടെന്നാ മാറ്റം എന്നാ അല്ല എൻ്റെ കയ്യിൽ കേട്ടെ. അപ്പോൾ പിന്നെ എനിക്ക് വേറെ കാര്യം പറയാം. പൊത്തല്ലേ പൊട്ട ഭക്ഷണം കഴിച്ചാന്നേ. ഈ പറഞ്ഞത് ഇവിടെ നമ്മൾ ഈ നീ വന്നേ എന്നെ കൊത്തണ്ട് ഇവിടെ നിന്നോട്ടാ, അവിടെ നിന്നോ. അവനപ്പുറം ഡോറച്ചില്ലേ, അയ്യോ ഡോർ ലോക്ക് ചെയ്തില്ല അവിടെ നിന്നോട്ടാ കുറച്ച് നേരം. അപ്പോൾ ആൾ ഡേഞ്ചർ സാറിന് അവിടെ മാറിക്കണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെയും കൂടിയും ഒരു നെറ്റടിച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്ന് മരത്തിൻ്റെ കൊമ്പ് വീണോ എന്തെങ്കിലും ഷീറ്റിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലോ നമുക്ക് വേണമെങ്കിൽ അതിനെ പ്രതിരോധിക്കാണ്ട് അവിടെ ഒരു ഷീറ്റാണ് എനിക്ക് തോന്നി. പക്ഷെ അത് പലപ്പോഴും അഴുക്കും പൊടിയും പിടിച്ചിരിക്കാണ്ട് ഭയങ്കര സാധ്യതയുണ്ട്. ഇതിൻ്റെ ഫെദറുകളൊക്കെ ഇങ്ങനെ തങ്ങിക്കാൻ മാറൽ പിടിച്ചിക്കാണ്ട് സാധ്യതയുണ്ട്. പിന്നെ ഭയങ്കര കോസ്റ്റാണ് ഈ മെഷീനായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് വരണത്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിൻ്റെ ചിലവ് ഭയങ്കര കൂടുതലായിക്കോളൂ. ഇതുള്ള ആൾക്കാർ വേണമെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു ചോദ്യം ചോദിക്കാൻ, ചേട്ടൻ ഇതിനകത്ത് ചെടിയൊക്കെ വളർത്തി കൂടെ എന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷേ ചെടിയൊന്നും നമുക്ക് വളർത്താൻ പറ്റില്ല, കാരണം ആഫ്രിക്കൻ ലവ് ബേർഡ്സൊക്കെ ഉള്ളതിനും എല്ലാം അവർ ഒരു ചെടിനെ അനുവദിക്കില്ല, അതെല്ലാത്തിനും കട്ടതും കളയുന്നുണ്ടല്ലേ. അപ്പോൾ ഏകദേശം ഞാൻ ഈ കൂടുന്ന കാര്യം പിന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം എനിക്കന്ന് ഏകദേശം ഒരു 60,000 രൂപ 70,000 രൂപ ഉണ്ടാക്കാനായി എന്നാണ് എൻ്റെ ഒരു ഐഡിയ. ഞാൻ എല്ലാ വർക്കും ചെയ്ത സമയത്ത് എനിക്ക് കറക്റ്റായിട്ടുള്ള ഏകദേശം അത്ര ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു അകലം ഞാൻ ഇവിടെ സിമെൻ്റ് ഇട്ടേ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം സിമെൻ്റ് ഇട്ട് കെട്ടി അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചെറിയ ഇഴജന്തുക്കൾ കയറി വേണ്ടിരിക്കാണ്ട്. ചെറിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തിട്ടാണ് ഇപ്പോൾ പാമ്പാണ്. ഇപ്പോൾ നമ്മൾ പേടിക്കാണ്ട് ഒരു കാര്യം എന്നല്ല, പാമ്പ് അത്രയും ഹൈറ്റിനെ തന്നെ ഏകദേശം നമ്മൾ ഒരടി ഹൈറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതൊരു ഭംഗിയുടെ ഭാഗമായിട്ടും കൂടി ഞാൻ ചെയ്താണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയും ഹൈറ്റായി കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ ഒരു നാച്ചുറാലിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഏകദേശം ഇത്ര ചെയ്തിട്ടുള്ളൂ. അടിയിലേക്ക് ഇതുണ്ട്, പാമ്പ് കയറണമെങ്കിൽ അവിടെ നിന്ന് ഒരടിയല്ല 3 അടി ആയാലും പാമ്പ് കയറി വരുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ പാമ്പിൻ്റെ ഒരു ശല്യം നമുക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല.
പാമ്പൊക്കെ അവിടെ ഒക്കെ ഇടയ്ക്കുണ്ട്. പക്ഷേ കൂട്ടിനകത്ത് ഒരിക്കലും പാമ്പ് വന്നിട്ടില്ല, പാമ്പിൻ്റെ കുഞ്ഞും കയറിയിട്ടില്ല ഇതുവരായിട്ടും. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ ആകെ അഴുക്ക് പിടിച്ചെടുക്കണ്ട, ഇത് ഇപ്പോൾ ഇത്ര ആകെ വൃത്തിയിലടക്കണം, ആകെ എല്ലാം നശിഞ്ഞു, അടുത്തന്നെ ഗാർഡൻ ചെയ്യണം. ഈ സമയത്ത് നമ്മൾ കണക്ക് പാമ്പൊക്കെ ഉള്ളിൽ കയറുന്ന അറിയില്ല. പക്ഷേ നേരത്തുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പാട് നല്ല ഭംഗിയായിട്ട് അടയ്ക്കുന്നത്. അപ്പോൾ പാമ്പ് ഇരിക്കാനുള്ള ചാൻസ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ പാമ്പ് ഇരിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ പാമ്പ് വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇവന്മാർക്കുള്ള ബ്രീഡിംഗ് ബോക്സ് നമുക്ക് വരുമ്പോൾ ഹാങ് ചെയ്ത് നമുക്കിവിടെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് പൊസിഷനിൽ ചെയ്യുന്ന ഒരു ഹുക്കുണ്ട്. ബ്രീഡിംഗ് ബോക്സ് എടുത്തില്ല, സോറി. ഇങ്ങനെ ഒരു ഹുക്കുണ്ട്, ഇങ്ങനെയുള്ള ഹുക്കാണ്. അത് നമുക്ക് ഇവിടെ കൊണ്ട് എവിടെ കൊണ്ട് നമുക്ക് എവിടെ വെക്കാം, എവിടെ കൊണ്ട് നമുക്ക് മാറ്റി ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ഇഷ്ടം പോലെ നിറയെ വേണമെങ്കിൽ ബ്രീഡിംഗ് ബോക്സുകൾ നമുക്ക് വേണമെങ്കിൽ ഈ നെറ്റുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ ബ്രീഡിംഗ് ബോക്സുകൾ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ വേറൊരു കാര്യം, ആഫ്രിക്കൻ ലവ് ബേർഡ് ഉള്ള സമയത്ത് ഒരിക്കൽ പോലും ഇത്തരം നമ്മുടെ കൊക്കോട്ടൈൽസ് ഇവന്മാർക്ക് മുട്ടയിടാനുള്ള സൗകര്യം കിട്ടില്ല. അത് ഉറപ്പാണ്. എന്നുണ്ടെങ്കിൽ ഇവന്മാരിക്കും ആയാലും ശരിയാണ്, സൺകോണൂസിനായാലും ശരിയാണ്, പാവങ്ങളായിട്ടുള്ള ബേർഡ്സിന് അവർക്ക് അങ്ങനെ മുട്ടയിടാനുള്ള സൗകര്യം കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിറയെ ബ്രീഡിംഗ് ബോക്സ് വെച്ച് കൊടുത്താലും ശരിയാണ്, ഇവന്മാർ ഒരു ബ്രീഡിംഗ് ബോക്സിൽ കയറി അവന്മാർ പെയർ സെറ്റാവും. അത് കഴിയുമ്പോൾ ഇനിയും ബ്രീഡിംഗ് ബോക്സിന് അടുത്ത ബ്രീഡിംഗ് ബോക്സിന് വെറുതെ ചുമ്മാ കയറിയിട്ട് ഇവന്മാർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ അപ്പോൾ അവർക്കെപ്പോഴും അത് മുട്ടയിടണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സൗകര്യങ്ങൾ തീർച്ചയായിട്ടും വേറെ പ്രൈവസി അവർക്ക് ആവശ്യമാണെന്നുണ്ടല്ലേ. ഏകദേശം ഞാൻ വീഡിയോയിൽ നല്ലൊരു ലെങ്ത്തുള്ള വീഡിയോ എനിക്ക് തോന്നണം. ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഞാൻ പുറത്തോട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പൈപ്പ് ഇട്ടതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവന്മാരവിടെ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ പൈപ്പ് അവിടെ നിന്ന് കെട്ട് പൊട്ടിയതിന് കൊണ്ടാണ് ആ സാധനങ്ങളൊക്കെ പോയത്. അവിടെ വന്നിരിക്കുക, രാത്രി വന്നിരിക്കുകയും അവിടെ തുരപ്പം വരികയും എല്ലി വരികയും ഇവന്മാരെ കാല് കടിക്കുന്ന ഒരു സംഭവം കൂടിയും നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ. അപ്പം അവിടെ വന്നിരിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. അതിന് എലി വരണ വഴി ഞാൻ കാണിച്ചിട്ടുണ്ടാകുന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പുറത്തോട്ട് വരാം. പുറത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു പൈപ്പ് ഞാൻ അവിടെ വെച്ച് കെട്ടിരുന്നാണ്, ഇപ്പോൾ എടുത്ത് മാറ്റി. ഇപ്പം നമ്മൾ അപ്പോൾ നമുക്ക് റിലീസ് ചെയ്യാം. പൊക്കോ, നീ പോയിക്കോ. റെക്കോർഡിങ്ങാണ്. അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ലൈറ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്. കാണിക്കും, അഴുക്ക് പിടിച്ചിരിക്കുകയാണ്, ഇവിടെ മാറാലായി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ട്യൂബ് വെച്ചിട്ടുണ്ട്. ആ ട്യൂബ് കൂടിൽ നിന്ന് വളരെ അകത്തിയാണ് വെച്ച് കൊടുത്തേക്കണത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കൂട്ടിലോട്ടായിക്കോളൂ, രാത്രി വെളിച്ചം വരിക. പിന്നെ അതുപോലെ നമ്മൾ വയറിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗാർഡനിൽ നിന്നുള്ള വയറിംഗ് ആയിട്ട് ഇങ്ങനെ പോയേക്കണടാ, പൈപ്പ് ഇട്ട് ചെയ്തേക്കാണ്. ഇവിടെ ട്യൂബിനും ലൈറ്റും സ്വിച്ചും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ വയറിങ് ചെയ്തിട്ടുണ്ട്. ആ വയറിങ് ഞാൻ ഇങ്ങനെ തൽക്കാലം ക്രിസ്മസ് ട്രീക്ക് വേണ്ടി ഇവിടെ ഇട്ട ഇതാണ്ടോ ബോക്സാണ് കേട്ടോ, ക്രിസ്മസ്. അപ്പോൾ ഇവിടെ നിന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണല്ലോ. അങ്ങോട്ടാണ് മാറാലേക്ക് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ കൊടുത്ത സമയത്ത്, പുറത്ത് കൊടുത്ത സമയത്ത് ഒരിക്കലും ഇവന്മാർ ഈ വയറ് കടിച്ചിട്ട് അത് പൊട്ടിക്കില്ല. അതൊരു വലിയ ഒരിക്കലും കൂടിനകത്തുകൊണ്ട് നമ്മൾ ഇതിട്ട് കൊടുക്കരുത്, ഈ വയറിങ് ചെയ്യരുത്. ക്യാമറയൊക്കെ പുറത്തേനൊക്കെ ഏറ്റവും നല്ലതാണല്ലേ. പിന്നെ ഞാൻ പറയാം, ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരടി ആകുകയാണെങ്കിൽ ഇതിനേശം ഭംഗി ഉണ്ടാവും. ഈ ഏകദേശം ഒരടി ഈ ഇതിനകത്തേക്ക് കാണിച്ചു കൊടുക്കണം. ഏകദേശം ഇതിന് കൂടിന് മൊത്തത്തിലൊരു ഭംഗി ഇവിടെ കിട്ടും നമുക്ക്. ഒരടി ഷേപ്പിനകത്ത്, ഒരടിനകത്ത്. ഇതിനേക്കാൾ ഹൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സത്യമായിട്ട് കൃത്രിമത്വം ഫീൽ ചെയ്യുന്നതാണ് ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ. പക്ഷേ പാമ്പ് കയറാനുള്ള എന്ത് കയറാനുള്ള ആയിട്ട് കയറുന്നതാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഇതിനെക്കുറിച്ച് മിക്കവാറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നത്. പിന്നെ മരമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ആയിട്ട് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ഈ മരം നമ്മുടെ കൊയ്യുമ്പോൾ വന്നിട്ട് മുട്ടി വെക്കുന്നുണ്ട്, കുറച്ച് ഇതാക്കിയിട്ടുണ്ട്. അതിപ്പോൾ വലിയ പ്രശ്നമാണ്. മാങ്ങ ഉണ്ടാകുന്ന ഒരു വലിയൊരു ടൈമാണ്. അതിൻ്റെ പേരിൽ കൊമ്പ് മുറിച്ചിട്ടില്ല, കൊമ്പ് മുറിക്കണം. അപ്പോൾ നിങ്ങളൊരു ഞാൻ കൂട് വേണ്ട സമയത്ത് ഏകദേശം ഒരടിയോളം ഗ്യാപ്പ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഗ്യാപ്പില്ല, കാരണം മരം ഇങ്ങോട്ട് ചരിഞ്ഞു, മരം വലുതായി. മരം ഏകദേശം ഒരു വർഷത്തിൽ 2 ഇഞ്ചോളം മരം വണ്ണം വെക്കുമെന്നാണ് മരം വെട്ടുകാർ പറഞ്ഞതെന്നല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഡിസ്റ്റൻസിൽ മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം കൂടിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കുക. കൂടാതെ ഇത്തരം വീഡിയോസ് കണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. പിന്നെ അതല്ല, നിങ്ങൾക്ക് ഇനി എൻ്റെ അകത്ത് എന്തെങ്കിലും സംശയമാണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ എൻ്റെ മറുപടി പറഞ്ഞു തരാം.
ആ ഇനി ഓക്കെ, ഞാൻ വേറെ കാര്യം പറയുന്നത് എലി എങ്ങനെ കയറുക എന്നുള്ളത്. എലി വന്നതെന്ന് പറഞ്ഞാൽ എലി ഈ മരത്തുമണി കയറുന്നതാണല്ലേ, ഈ വലിയ എലി മരത്തുമണി കയറും. എന്നിട്ട് അവൻ ഇതിലേ വന്നിട്ട് ഇങ്ങനെ വന്ന് ഈ ഇതുവഴി കയറിയിട്ട് ഇവിടെ വരും, ഈ ഗ്യാപ്പിൽ വരും. പിന്നെ വേറൊരു വഴി വന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് തമ്മിൽ ചെറിയൊരു ഇവിടെ ഞാൻ വടി കൊണ്ട് കാണിച്ചു തരാം. ഷീറ്റിൻ്റെ ഈ ഭാഗത്ത് ഷീറ്റിൻ്റെ ഏറ്റവും മുകളിൽ എലി വരികയും ഇവിടെ നമ്മൾ ഷീറ്റ് ഇട്ട സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ, ഈ ഒരു ഗ്യാപ്പില്ലേ വെള്ളം പോണ ഈ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ പാത്തിൻ്റെ ചെറിയ ഗ്യാപ്പ് അപ്പുറത്ത് കിട്ടും, പുറമേ ഒരു ഓപ്പണിങ് കിട്ടും. എന്നിട്ട് അവൻ ഇതിലേ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും. പേടിച്ചോ, കുറേ പല്ലി മുട്ടയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പല്ലി ഉണ്ടായിരുന്നു. പല്ലി ഉണ്ടാവും, പോയാൽ പോട്ടെ. ഇല്ല കയറണം. അപ്പോൾ ഇവിടെ വന്നിരിക്കണം, ഇവിടെ നിറയെ ബേഡ്സ് ഇങ്ങനെ ഇതിനുള്ളിൽ വന്നിരുന്ന വെച്ച് ഈ ഭാഗത്ത്. അപ്പോൾ ഈ ബേഡ്സിനെയൊക്കെ ഇവന്മാർ കാല് പുറത്തായിക്കൊള്ളൂ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പറ, ഇവന്മാരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാല് പുറത്തായിക്കൊള്ളു. ഇവന്മാരെ കാല് ഇതിനുള്ളിൽ പയ്യെ പുറത്ത് ഒരു തരി നിൽക്കും. എലി വരികയും അപ്പോൾ വന്നേ ഇവൻ്റെ കാല് നോക്കിക്കോണ്ട, ഇവൻ്റെ കാലിപ്പോൾ ഇങ്ങനെ പുറത്തായിക്കൊള്ളണ്ട. പക്ഷേ ഇവിടെ കയറി എലി പയ്യെ ഇങ്ങനെ കടിക്കും, ഇങ്ങനെ കയറി പുറത്തേക്കണ വിരലുമ്പോൾ കയറിയിട്ട് കടിച്ചിട്ട് ഇങ്ങനെ കടിക്കണ്ട. ഇപ്പം ഇങ്ങനെ കടിച്ച് ഈ സാധനത്തെ വലിച്ചിട്ടുണ്ട. ഇവൻ കിടന്ന് ഒച്ചെടുത്താലും ശരിയാണ്, ഇവിടെ നിന്നുള്ളത് വിടൂല. പക്ഷേ ഈ റെഡ് ഇതല്ലേ, ഇനി കണ്ടില്ല, ഇനി ഇവൻ എന്ത് കടിച്ചാലും ശരിയാണ് വിടൂല. ഇപ്പം അതേപോലെ തന്നെ ഈ കാല് എലിയും വിടൂല. എലി വിടാനായിട്ട് ഇവർ കിടന്ന് കറങ്ങി തിരിഞ്ഞ് ഈ കൈ പുറത്തും കാല് പുറത്തും ബോഡി ഉള്ളിലും കറങ്ങി തിരിഞ്ഞ് അവന്മാരെ കൈ ഇവിടെ നിന്ന് ഇതായി വിട്ടു പോവും. അല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് ആയിട്ട് ലാസ്റ്റ് എലി അതിന് കിട്ടുന്നില്ല, പക്ഷേ ഇതാവുകയും ചെയ്യും. നമ്മുടെ ബേർഡ് ഇൻഫെക്ഷനായിട്ട് ചത്തുകയും ചെയ്യും. അതേപോലെ തന്നെ വലിയ വവ്വാലും ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വന്നിരിക്കണേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ വരും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളതിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ ഇതാക്കാനേ അത്ര പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പ്രകൃതിയിൽ ഓരോന്നൊന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഈ വീഡിയോ ഭയങ്കര ലെങ്തിയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല വീഡിയോ ആണ്. ഇത് കൂട് പണിയുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യം എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്നുകൂടി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു. വേറൊരു പിന്നെ കേട്ടോ. ഓക്കെ.